ഭാരത് അരിയിലൂടെ ബി.ജെ.പി. അല്പത്തരം കാണിക്കുകയാണെന്ന് മന്ത്രി ജി.ആർ. അനിൽ. ഇതേ അരി തന്നെയാണ് വില കുറച്ച് നമ്മൾ നൽകുന്നത്. പൊതുവിതരണ മേഖലയ്ക്ക് തരാനുള്ള 1000 കോടി രൂപ കേന്ദ്ര സർക്കാർ ഇതുവരെ നൽകിയിട്ടില്ലെന്നും മന്ത്രി ജി.ആർ. അനിൽ പറഞ്ഞു. രാജ്യം ഭരിച്ചിരുന്ന ഒരു ഗവൺമെൻറ്റിൽ നിന്നും കാണാത്ത തരത്തിലുള്ള ചില പുതിയ നിർദ്ദേശങ്ങളാണ് കേന്ദ്ര ഗവൺമെൻറ് ഭക്ഷ്യവകുപ്പ് കേരളത്തിലെ ഭക്ഷ്യവകുപ്പിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. അവർ പറയുന്നത് 14,000-ലധികം കടകളിലും രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ ചിത്രം ആലേഖനം ചെയ്ത ബാനറുകൾ കെട്ടണം. കേരളത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ കേരളത്തിലെ ഗവൺമെൻറ് ചെയ്യുന്നതാണെന്നുള്ള അത് വരുത്താനുള്ള ഒരല്പത്തരം കാണിക്കുന്ന സമീപനം കേരളം സ്വീകരിച്ചിട്ടേയില്ല. അവർ ഇപ്പോൾ തന്നെ കേരളത്തിൽ 1000-ലധികം കോടി രൂപ തടഞ്ഞു വെച്ചിട്ടുണ്ട്. അതിന് ഞാൻ ഏറ്റവും അവസാനം കഴിഞ്ഞ 7-ാം തീയതി ഡൽഹിയിൽ ബന്ധപ്പെട്ടവരെ കണ്ടതാണ്. അവർ പറഞ്ഞ ക്ലാരിഫിക്കേഷൻസ് എല്ലാം കൊടുത്തതാണ്. ആ ക്ലാരിഫിക്കേഷൻസ് കൊടുത്തിട്ടും പണം റിലീസ് ചെയ്യുന്നതിന് കാലതാമസം ഉണ്ടാവുകയാണ്. പൊതുവിതരണ കേന്ദ്രങ്ങൾ ഇത്ര ഫലപ്രദമായി നിൽക്കുമ്പോൾ തന്നെ കേന്ദ്ര ഗവൺമെൻറ് ഒരു സ്കീം അനുസരിച്ച് ഭാരത് റൈസ് മാർക്കറ്റിലേക്ക് വരികയാണ്. പല ചില്ലറ വ്യാപാരികൾ വാഹനങ്ങളിൽ കൊണ്ടുവന്ന് മാർക്കറ്റുകൾ കൊടുക്കുന്നത് പോലെ അതൊരു നിയന്ത്രണവുമില്ലാതെ മാർക്കറ്റിൽ ഇങ്ങനെ കൊടുക്കുന്നത് അത് ആ ശൈലി ഒരു നല്ല രീതിയാണെന്ന് ഞങ്ങളാരും കാണുന്നില്ല. എന്നാൽ കേരളത്തിൻ്റെ ഒരു സ്ഥിതി എടുത്തു നോക്കിയാൽ കേരളത്തിൽ ഇതേ അരി FCL നിന്ന് വാങ്ങുന്ന അരി, ആ അരിയാണ് വെള്ള കാർഡുകാരന് 10 രൂപ 90 പൈസയ്ക്കും നീല കാർഡുകാരന് 4 രൂപ നിരക്കിലും 8 രൂപ 30 പൈസയ്ക്ക് വാങ്ങുന്ന അരിയാണ് 4 രൂപ നിരക്കിൽ നീല കാർഡുകാരന് കൊടുക്കുന്നത്.